കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ വൈറസ് കൂടെയുള്ള ഒരു ചർച്ചയായിരുന്നു. അതിൻ്റെ തുടർച്ചയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. കേരളത്തിൽ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് വെച്ചാൽ നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് കൂടുകയും കമ്മ്യൂണിക്കബിൾ ഡിസീസ് കുറയുക, പകർച്ചവ്യാധികൾ കുറയുക. കാരണം പകർച്ചവ്യാധികൾക്കെതിരെ നമുക്ക് കുത്തിവയ്പ്പുകൾ വന്നു, നമ്മുടെ പേഴ്സണൽ ഹൈജീൻ ഇമ്പ്രൂവ് ചെയ്തു, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കൊരു വാക്സിൻ ക്യാൻസറിനെതിരെ കണ്ടെത്തിയാൽ ഏതൊക്കെ ക്യാൻസറിന് ഇപ്പോൾ അവൈലബിൾ ഉണ്ട്? ക്യാൻസറിന് വാക്സിൻ ഉണ്ട്. ഇപ്പം ഉദാഹരണത്തിന് ഇപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ക്യാൻസർ ഉണ്ടാവുന്ന ചില ഇൻഫെക്ഷൻസ് ഉണ്ട്, വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ട്. ഇപ്പോൾ ഏറ്റവും ക്ലാസിക്കൽ എക്സാമ്പിൾ എന്ന് പറയുന്നത് യൂട്രസിൻ്റെ സെർവിക്സിന് ഉണ്ടാകുന്ന ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഇൻഫെക്ഷനാണ്. അപ്പോൾ ആ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് നമുക്ക് ഒരു ഗർഭപാത്ര മുഖത്തിൻ്റെ ക്യാൻസർ ഒരു കാലത്ത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്നത് കുറഞ്ഞിട്ട് ഇപ്പം ഒരു 4ാമത്തെ 5ാമത്തെ സ്ഥാനമായി. അത് അച്ചീവ് ചെയ്യാൻ പറ്റിയത് തന്നെ ഈ ഹൈജീൻ ബെറ്റർ ആയതും പിന്നെ ആളുകളുടെ ആ ഒരു കാര്യത്തിൽ അവരുടെ ഒരു സെക്ഷുവൽ ഹൈജീൻ ഇമ്പ്രൂവ് ചെയ്തു. പിന്നെ ഹ്യൂമൻ പാപ്പിലോമ വൈറസിൻ്റെ ഇൻഫെക്ഷനുള്ള വാക്സിൻസ് വന്നു. ഇതൊക്കെ കൊണ്ടാണ് അത് സാധിച്ചത്. അപ്പം ഇതിനെതിരായിട്ട് നമുക്ക് പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ബാധകമാണ്. പക്ഷേ പെൺകുട്ടികൾക്ക് ഈ ഗർഭപാത്ര മുഖത്തിൻ്റെ ക്യാൻസർ തടയാൻ വേണ്ടി 9 വയസ്സിനും 28 വയസ്സിനും ഇടയിൽ ഈ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് HPV വാക്സിൻ എന്ന് പറയുന്നത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഭാവിയിൽ അവർക്ക് ആ ഭാഗത്തിന് വരുന്ന ക്യാൻസർ തടയാൻ സാധിക്കും. അതൊരു വലിയൊരു നേട്ടമാണ്. പിന്നെ അതേമാതിരി ലിവറിനുണ്ടാകുന്ന ക്യാൻസർ, ഈ ഹെപ്പറ്റൈറ്റിസ് ബിക്കെതിരെ നമ്മൾ വാക്സിൻ എടുക്കുകയാണെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഈ ലിവർ ക്യാൻസർ ഒരു പരിധി വരെ തടയാൻ പറ്റും. ഏകദേശം ഒരു 20% ലിവർ ക്യാൻസറുകൾ ഹെപ്പറ്റൈറ്റിസ് ബി മൂലമുണ്ടാകും. അപ്പോൾ അത് പൂർണ്ണമായിട്ടും നമുക്ക് തടയാൻ വേണ്ടി പറ്റും നമ്മൾ ഈ HPV വാക്സിൻ എടുക്കുകയാണെങ്കിൽ. അങ്ങനെ ഈ 2 വാക്സിനാണ് പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ ഈ അടുത്ത് നമുക്ക് പേപ്പറിലൊക്കെ വളരെ ന്യൂസായിരുന്നു, റഷ്യ ക്യാൻസറിനെതിരെ വാക്സിൻ ഉണ്ടാക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. ക്യാൻസറിന് എതിരായിട്ടല്ല വാക്സിൻ, സത്യം പറഞ്ഞാൽ ക്യാൻസർ ചികിത്സിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ടൈപ്പ് വാക്സിൻ. ഞാൻ ക്യാൻസറിന് എതിരായിട്ട് അല്ലെങ്കിൽ ക്യാൻസറിനെ തടയാൻ വേണ്ടിയിട്ടുള്ള വാക്സിൻ എന്ന് പറയുന്നതാണ് ഈ HPV വാക്സിനും ഹെപ്പറ്റൈറ്റിസ് ബി വാക്സിനും ഒക്കെ. പക്ഷേ ക്യാൻസറിനെ ചികിത്സിക്കാൻ വേണ്ടിയിട്ട് വാക്സിൻ ഉപയോഗിക്കും. അപ്പോൾ അതിൻ്റെ ഒരു ക്ലാസിക്കൽ എക്സാമ്പിളാണ് mRNA വാക്സിൻ എന്ന് പറയുന്നത്. mRNA വാക്സിനെ പറ്റിയിട്ടാണ് റഷ്യ കണ്ടുപിടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ക്ലെയിം വന്നത്. നമുക്കത് എത്രത്തോളം ശരിയുണ്ടെന്ന് അറിയില്ല. പക്ഷേ ഈ mRNA വാക്സിൻ ലോകത്ത് ഒരുപാട് രാജ്യങ്ങളിൽ, പിന്നെ നമ്മൾ ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ അതിൻ്റെ റിസർച്ച് നല്ലോണം നടക്കുന്നുണ്ട്. നല്ല പോലെ അത് പിന്നെ ആ റിസർച്ചിൽ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. കുറച്ച് വാക്സിനൊക്കെ നമുക്ക് ഫലപ്രദമാണെന്ന് തെളിഞ്ഞിട്ട് അത് നമ്മുടെ ക്ലിനിക്കൽ യൂസിലേക്ക് എത്തുന്നവരെ എത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഈ വാക്സിനുകൾ ശരിക്കും ക്യാൻസറിനെ ചികിത്സിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ സാധാരണയുള്ള കീമോതെറാപ്പി, റേഡിയേഷൻ ഒക്കെ കഴിഞ്ഞിട്ടും പിന്നെയും ക്യാൻസർ തിരിച്ചു വരുന്നു, അല്ലെങ്കിൽ ക്യാൻസർ വർദ്ധിച്ചു വരുന്നു. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഒരാളുടെ ശരീരത്തിലുള്ള പ്രതിരോധ ശേഷിയുടെ സെല്ലുകളെ നമുക്ക് ഈ വാക്സിൻ ഉപയോഗിച്ചിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ഈ ക്യാൻസറിനെതിരായിട്ടുള്ള ആൻറ്റിബോഡികൾ ഉണ്ടാക്കി അതിനെ ക്യാൻസറിനെ തുരത്തുന്ന ഒരു പരിപാടിയാണ് ഈ പറഞ്ഞ mRNA വാക്സിൻ എന്ന് പറയുന്നത്. ട്രീറ്റ്മെൻറ്റിന്. അതെ, അതിൻ്റെ പേര് വാക്സിൻ ആണെങ്കിലും അത് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. സാർ, നമുക്കറിയാം ക്യാൻസർ വന്നു കഴിഞ്ഞാൽ ഫാമിലിയുടെ ഫിനാൻഷ്യൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അത് വലിയൊരു ബാധ്യതയായിരിക്കും കുടുംബത്തിന്. അപ്പം അതിന് ഇൻഷുറൻസ്, അപ്പം അങ്ങനത്തെ കാര്യങ്ങളെ പറ്റി സാർ, എന്തുകൊണ്ട് നമ്മളൊരു ആരോഗ്യ ഇൻഷുറൻസ് എപ്പോഴും എടുക്കണം? നമുക്കറിയില്ല നാളെ നമുക്ക് എന്ത് സംഭവിക്കും. അപ്പോൾ അതിനെടുക്കുന്നതിനെ പറ്റിയിട്ട് ഒന്ന് സാർ പറയൂ. അല്ല, തീർച്ചയായിട്ടും നമുക്കിപ്പം ഈ ഒരു കാലത്ത് ഇന്ത്യ നേരിട്ട പ്രശ്നങ്ങളൊന്ന്, നമുക്ക് മതിയായ ചികിത്സാ സൗകര്യങ്ങൾ ഇവിടെ ഇന്ത്യയിലില്ല. പിന്നെ അതിനുള്ള എക്സ്പെർട്ടീസ് ഇല്ല, അത് ഡോക്ടർമാരില്ല. നമ്മൾ പുതിയ ചികിത്സാ സമ്പ്രദായങ്ങളൊന്നും ഇന്ത്യയിലേക്ക് വരുന്നില്ല. ഈ 3 കാര്യങ്ങളായിരുന്നു ഉണ്ടായത്. ഈ 3 കാര്യങ്ങളിലും ഇന്ത്യ ഇന്ന് വളരെയധികം മുന്നേറി. പല രാജ്യങ്ങളിൽ നിന്നും ആളുകൾ ഇങ്ങോട്ടേക്ക് ചികിത്സയ്ക്ക് വേണ്ടി വരികയാണ്. പക്ഷേ ഇതിൻ്റെ അതോടൊപ്പം തന്നെ അതിൻ്റെ ഒരു മറുവശമുണ്ട്. മറുവശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചികിത്സകളൊക്കെ, ആധുനിക ചികിത്സകളൊക്കെ തന്നെയും വളരെ കോസ്റ്റ്ലിയാണ്. ക്യാൻസർ ചികിത്സ എല്ലാ കാലത്തും വളരെ വിലയേറിയ ചികിത്സയായിരുന്നു. അപ്പം സാധാരണക്കാരന് പ്രാപ്യമല്ലാത്ത രീതിയിലാണ് പലപ്പോഴും ക്യാൻസർ ചികിത്സ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു കാര്യത്തിന്
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം ഇൻഷുറൻസ് തന്നെയാണ്. അപ്പം വ്യാപകമായ ആരോഗ്യ ഇൻഷുറൻസ് പിന്നെ അത് സർക്കാരിൻ്റെ സഹായത്തോടെ ആയാലും നമ്മളൊരു ഇൻഡിവിജ്വൽ എന്നുള്ള നിലക്കായി കഴിഞ്ഞാലും കുടുംബത്തിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. അപ്പോൾ ഇതിൽ ഇങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് വേൾഡ് സ്റ്റാൻഡേർഡ് ട്രീറ്റ്മെൻറ്റ് നമുക്ക് ഈ ഇൻഷുറൻസിൻ്റെ സഹായത്തോടു കൂടിയിട്ട് നമുക്ക് എല്ലാവർക്കും എത്തിക്കാൻ പറ്റും. VR ക്യാൻസർ സെൻറ്റർ ആയിട്ടുള്ള ഒരു ഡെപ്പോസിറ്റ് അത് വളരെ യൂസ്ഫുൾ ആയിട്ട് പേഷ്യൻസ് ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ട്. അത് വളരെ കുറച്ച് രൂപയുള്ളൂ, ഒരു 15,000 രൂപയുള്ളൂ. 5 ലക്ഷം വരെയുള്ള ക്യാൻസർ ചികിത്സ കൊടുക്കുന്നുണ്ട്. അതെന്തായിരുന്നു വെച്ചാൽ നമ്മൾ ഇതിൻ്റെ ആലോചന MVR ക്യാൻസർ സെൻറ്ററിനെ പറ്റി ആലോചന വന്നപ്പം തന്നെ നമുക്ക് ഈ പ്രശ്നങ്ങൾ നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അതായത് ഇപ്പം ലോകോത്തര നിലവാരമുള്ള ചികിത്സ നമുക്കിവിടെ എത്തിക്കാം. പക്ഷേ ഇത് എത്ര പേർക്ക് ഇതിനെക്കൊണ്ട് സമൂഹത്തിന് ഗുണമുണ്ടാകും? നമുക്ക് സമൂഹത്തിന് ഗുണമില്ലാത്ത ഒരു കാര്യം നമ്മൾ ചെയ്തിട്ട് എന്താണ് കാര്യം ഉണ്ടാവുക? അപ്പോൾ അതിനെ എങ്ങനെ മറികടക്കാം എന്നുള്ള ആലോചനയിലാണ് ഈ പറഞ്ഞ ചിന്ത വന്നത്. ഇങ്ങനെ ഒരു ക്യാൻസർ സപ്പോർട്ട് ഗ്രൂപ്പ്സ്, ഇപ്പോൾ സാറിൻ്റെ തന്നെ നേതൃത്വത്തിൽ പ്രതീക്ഷ പോലെയുള്ള സപ്പോർട്ട് ഗ്രൂപ്പ്സ് ഉണ്ടെന്നറിയാം. അപ്പോൾ അത് എത്രത്തോളം നമ്മളെ പേഷ്യൻസിൻ്റെ മെൻ്റൽ ഹെൽത്തിനെയും അതൊക്കെ അവരുടെ ഒരു അവർക്ക് ആ സമൂഹത്തിൽ ഇടപഴകാനുള്ള സാധ്യതകൾ കൂടാനും ഒക്കെ അത്രത്തോളം സഹായിച്ചിട്ടുണ്ട്. ക്യാൻസർ ഒരു ഒറ്റയ്ക്ക് നേരിടാൻ പറ്റുന്ന ഒരു അസുഖമല്ല. നമ്മളുടെ എപ്പോഴും ക്യാൻസർ, എനിക്ക് തോന്നുന്നു ക്യാൻസറിൻ്റെ ചികിത്സയാവട്ടെ, ക്യാൻസറിൻ്റെ സമൂഹത്തിൻ്റെ ഒരു ഉത്തരവാദിത്തം വളരെ കൂടുതലാണ്. അപ്പം ക്യാൻസറിനെ നേരിടാൻ ഒരു വ്യക്തിക്ക് പലപ്പോഴും ഒറ്റയ്ക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കുടുംബത്തിൻ്റെ സപ്പോർട്ട് വേണം, പിന്നെ സമൂഹത്തിൻ്റെ സപ്പോർട്ട് വേണം, പിന്നെ ഞങ്ങളുടെ മാതിരിയുള്ള മെഡിക്കൽ കമ്മ്യൂണിറ്റിയുടെ വളരെയധികം സപ്പോർട്ട് വേണം. അപ്പോൾ അതിനകത്ത് വളരെ സഹാനുഭൂതിയോടുകൂടി രോഗിയുടെ പ്രശ്നങ്ങൾ അറിഞ്ഞ് അതിലിടപെടുകയും പലപ്പോഴും നമ്മൾ മെഡിക്കൽ കാര്യങ്ങളിൽ മാത്രം ഇടപെട്ടാൽ മതിയാവില്ല. പലപ്പോഴും അവരുടെ സാമൂഹികമായിട്ടുള്ള ഒറ്റപ്പെടുത്തലുകളിൽ നിന്ന് അവരെ രക്ഷിക്കണം. പിന്നെ അവരുടെ ഭയങ്ങൾ നമ്മൾ നീക്കി കൊടുക്കണം. എത്ര കാലം കഴിഞ്ഞാലും ക്യാൻസർ ഒരിക്കൽ വന്നവർക്ക് എത്ര കാലം കഴിഞ്ഞാലും അവർക്ക് പിന്നെയും വരുമോ, കോംപ്ലിക്കേഷൻ വരുമോ എന്നുള്ള പേടി എപ്പോഴും ഉണ്ടാവും. അതെപ്പോഴും ഉണ്ടാവും. അപ്പോൾ അത് നമ്മൾ എപ്പോഴും നമ്മളത് പിന്നെ അഡ്രസ്സ് ചെയ്യണം. പിന്നെ ഈ അവർക്കുണ്ടാകുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പലപ്പോഴും അപ്പോൾ അത്തരം കാര്യങ്ങളിലൊക്കെ ഇത് ചെയ്യണം. അപ്പോൾ ഇതൊരു ചികിത്സിക്കുന്ന ഡോക്ടർക്ക് ചെയ്യാൻ പറ്റുന്നയോ അല്ലെങ്കിൽ ഒരു കുടുംബാംഗങ്ങൾക്ക് മാത്രം ചെയ്യാൻ പറ്റുന്നതല്ല. ഇപ്പോൾ ഒരു വൈഫിനാണ് അസുഖമെങ്കിലും ഹസ്ബൻഡിന് മാത്രം എപ്പോഴും അവരുടെ എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് ഏറ്റവും പറ്റിയൊരു മാർഗം എന്ന് പറഞ്ഞാൽ സപ്പോർട്ട് ഗ്രൂപ്പാണ്. അപ്പോൾ ആ സപ്പോർട്ട് ഗ്രൂപ്പ് എപ്പോഴും പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് ധാരാളം പുതിയ മാർഗങ്ങളുണ്ടല്ലോ. നമുക്കിപ്പോൾ സോഷ്യൽ മീഡിയയുടെ ഉപയോഗമുണ്ട്. മറ്റേ ഇതെല്ലാം കൊണ്ടും ഈ രോഗിയെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ ചിന്തിക്കുന്ന ആൾക്കാർ, അതേമാതിരി അനുഭവിക്കുന്നവർ, അത് സർവൈവ്. അപ്പം അങ്ങനെയാണ് നമ്മൾ പ്രതീക്ഷ എന്ന് പറയുന്ന ഒരു സംഘടന ഒരു 24 വർഷമായി, ഇപ്പം 24 വർഷം മുമ്പേ സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പ്രധാന ഉദ്ദേശം എന്ന് പറയുന്നത് രോഗികളെ ഈ പറഞ്ഞ മേഖലകളിൽ അവർക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ അവരെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ ഇത് കൂടാതെ ഇപ്പം ഒരു ഉദാഹരണത്തിന് ഇപ്പം ഒരാൾക്ക് ഇപ്പം രാത്രി ഒരു ചെറിയ പ്രോബ്ലം വന്നു, അല്ലെങ്കിൽ അവരിങ്ങനെ മാനസികമായിട്ട് എന്തെങ്കിലും ഒരു തളർച്ചയുണ്ടായി. അപ്പോൾ ഇത് ആരോടെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അതിനെ ചിലപ്പം പറയാം. അപ്പോൾ ഉദാഹരണത്തിന് എനിക്ക് ഒരു ചെറിയ തൊലിയുടെ മേലെ ഒരു പ്രോബ്ലം ഉണ്ടെന്ന് ഒരു രോഗി പറയുകയാണ്, ഒരു പ്രത്യേക അസുഖമുള്ള ആൾ പറയുകയാണ്. അപ്പോൾ അതേമാതിരത്തെ അസുഖമുള്ള വേറൊരു രോഗി പറയണം, അത് എനിക്ക് മുമ്പേ ഉണ്ടായിരുന്നു, എന്നിട്ട് അതിന് ഡോക്ടറെ കണ്ടപ്പോൾ അത് അസുഖമായിട്ട് ബന്ധമില്ല എന്ന് പറഞ്ഞു. ഈ ഒരു വാക്ക് മതി അവർക്ക് രാത്രി ഉറങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വളരെയധികം ഉപകരിക്കും. അവരുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുമ്പം ഈ രോഗിക്ക് നേരായ വഴിയിലേക്കൂടെ സഞ്ചരിക്കാനും സാധിക്കും. അപ്പം ഏതൊക്കെ ലക്ഷണങ്ങൾ വരുമ്പോഴാണ് ഒരു രോഗി എത്തേണ്ടത്? നമ്മൾ സ്ക്രീനിങ് ചെയ്യുന്നില്ല, പലരും സ്ക്രീൻ ചെയ്യുന്നില്ല. സാറിനെ പറഞ്ഞു വളരെ കുറച്ച് ആളുകളെ സ്ക്രീൻ ചെയ്യുന്നുള്ളൂ. അപ്പം ഏതൊക്കെ ലക്ഷണങ്ങൾ കാണുമ്പോൾ എത്തണം എന്ന് നമുക്ക് പറയാൻ പറ്റും? ഇപ്പോൾ ബ്രസ്റ്റിലാണെങ്കിൽ നമുക്ക് അറിയാം എന്തെങ്കിലും മുഴകളോ അതോ കാണുമ്പോൾ, അല്ലാതെ ബാക്കി എന്തെങ്കിലും ഇതിൽ ഇതിൽ എന്താ പറയുക, രണ്ടും വ്യത്യാസമാണ്. എന്ന് പറഞ്ഞാൽ സ്ക്രീനിങ് എന്ന് പറയുന്നത് നമ്മൾ ലക്ഷണങ്ങൾ വരുമ്പോഴല്ല, ഒരു ലക്ഷണവും ഇല്ലാത്ത ആളുകളാണ് നമ്മൾ ടെസ്റ്റുകൾ ചെയ്യേണ്ടത്. മറ്റേത് ഒരു ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് സ്ക്രീനിങ് എന്തായാലും ഉപകാരപ്രദമാണ്. പക്ഷേ അതല്ലാതെ നമുക്ക് ചിലപ്പോൾ വാർണിംഗ് സൈൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പം ഇങ്ങനെ ക്യാൻസറിൻ്റെ വാർണിംഗ് സൈൻസ് പലപ്പോഴും നമ്മൾ ഈ ബോധവൽക്കരണ ക്ലാസ്സുകളിലൊക്കെ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ ചോദിക്കും. അപ്പം ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ,
ഈ തലവേദനയാണ്, പിന്നെ ഈ പിന്നെ ഇത് കൂടെ പിന്നെ പനി വരിക, അല്ലെങ്കിൽ ചുമയുണ്ടാവുക എന്നൊക്കെ പറയും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് നിർത്തും. എന്നിട്ട് പറയും ഈ പറഞ്ഞ സിംറ്റംസ് എല്ലാം ആണ് ക്യാൻസറിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളെല്ലാം ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പേ നിങ്ങൾ എൻ്റെ വീടിൻ്റെ മുമ്പിൽ നിൽക്കുന്നുണ്ടാവും എന്ന് പറയും. അതെന്തിനാ വെച്ചാൽ നമുക്ക് ക്യാൻസറിന് മാത്രമായിട്ടൊരു സിംറ്റം എന്ന് അങ്ങനെ പറയാൻ നമുക്ക് കുറച്ചൊരു ഇതാണ്, അതൊരു മിസ്ലീഡിങ് ആണ്. പകരം നമ്മൾ ഏതെങ്കിലും ഒരു അസുഖം അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രയാസം, ഇപ്പോൾ ഉദാഹരണത്തിന് തലവേദന എടുക്കാം. തലവേദന ഇല്ലാത്തവരാരും ഉണ്ടാവില്ല. തലവേദന എല്ലാവർക്കും തലവേദന വരാം. പക്ഷേ നിർത്താതെയുള്ള തലവേദന അത് കൂടി വരുന്നു. അതൊരു പീരിയഡിൽ നമ്മളത് കുറയുമെന്ന് വിചാരിക്കുന്ന പീരിയഡിൽ അത് കുറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഒരു ക്യാൻസറിൻ്റെ പരിശോധനയ്ക്ക് പോകും. അങ്ങനെ എടുക്കാം. അപ്പം അതേപോലെ ഈ ചുമ എല്ലാവർക്കും ഉണ്ടാവും അല്ലേ, ഒരു ജലദോഷപ്പനി, അത് ആ വൈറൽ പനി, വൈറൽ ചുമയുടെ അത് കാലം മാറുന്നതിനനുസരിച്ച് വൈറസിൻ്റെ മാറ്റങ്ങൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ ഇതും നീണ്ടുപോകും. അപ്പോൾ ഒരു സാധാരണയുള്ളൊരു ചുമ ഒരു 3 ആഴ്ചക്കുള്ളിൽ മാറും. പക്ഷേ ആ 3 ആഴ്ചക്കുള്ളിൽ ചുമ മാറിയിട്ടില്ലെങ്കിൽ ഒരു ക്യാൻസറിൻ്റെ പരിശോധനയ്ക്ക് പോകാം. ഇങ്ങനെ എന്നിരുന്നാലും ചില വാർണിംഗ് സൈൻസ് പ്രത്യേകം പറയാം. ഇപ്പോൾ ഇപ്പോൾ ശ്രീല പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും മുഴകൾ, ശരീരത്തിൽ എവിടെയെങ്കിലും മുഴകളുണ്ട്, പുതുതായിട്ട് വരുന്ന മുഴകൾ, ആ മുഴകളിൽ തന്നെ രൂപമാറ്റങ്ങളുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം ബ്രസ്റ്റിലാണെങ്കിൽ ആ മുഴകൾ വലുതാവുകയോ, അല്ലെങ്കിൽ പിന്നെ നേരത്തെ ഏത് മുഴയായി കഴിഞ്ഞാലും ബ്രസ്റ്റിലത്തെ മുഴകൾ, അപ്പോൾ ശരീരത്തിൽ എവിടെയെങ്കിലും ഉള്ള ഒരു മുഴ തീർച്ചയായിട്ടും നമ്മളൊരു ക്യാൻസറിൻ്റെ പരിശോധനയ്ക്ക് പോകും. രണ്ടാമത്തത് ഭാരം കുറഞ്ഞു വരുന്നത്, തൂക്കം, ശരീരഭാരം കുറഞ്ഞു വരുന്നത്, അതൊരു കൺസേൺ തന്നെയാണ്. ഒരു 10% കൂടുതൽ ഭാരം കുറയുന്നത് വിത്തൗട്ട് എനി റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്രത്യേകം ശ്രദ്ധിക്കാതെ തന്നെ കുറഞ്ഞു വരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു ക്യാൻസറിൻ്റെ പരിശോധന ചെയ്യണം. പിന്നെയുള്ളത് നമുക്ക് എവിടെ നിന്നുള്ള ബ്ലീഡിങ്, ഇപ്പോൾ ഏതെങ്കിലും ഭാഗത്തുനിന്ന് ശരീരഭാഗങ്ങളിൽ നിന്ന് ബ്ലീഡിങ് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്യാൻസറിൻ്റെ പരിശോധന. അപ്പം ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ഈ വയറ്റിൽ പോകുന്ന സമയത്ത് ബ്ലീഡിങ് ഉണ്ടാവുക, അല്ലെങ്കിൽ മലദ്വാരത്തു നിന്നുള്ള ബ്ലീഡിങ്, ഒട്ടുമിക്കാൽ പേരും പറയും എനിക്ക് പൈൽസാണെന്ന് സ്വയം വിശ്വസിക്കും. എന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്ത് കുറച്ച് ഡിലേ ആയിപ്പോൾ ട്രീറ്റ്മെൻറ്റ് കണ്ടുപിടിക്കാം. അപ്പം പലപ്പോഴും ചോദിച്ചു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ഇത്ര, അത് പൈൽസാണെന്ന് വിചാരിച്ചു, ഞങ്ങൾ പിന്നെ ഡോക്ടറുടെ പോയാൽ ഓപ്പറേഷൻ പറയാതുകൊണ്ട് പോയില്ല എന്നാണ്. അത് എന്തെങ്കിലും ആവട്ടെ, ചികിത്സ. ഇപ്പോൾ ഡോക്ടർ ഇനിയിപ്പോൾ ഓപ്പറേഷൻ പറഞ്ഞാൽ നമുക്കത് സൗകര്യം പറ്റുവാണെങ്കിൽ മാത്രം നമ്മൾ ചെയ്യാം എന്ന് വിചാരിച്ചാൽ മതി. പക്ഷേ പരിശോധന ചെയ്യണം. ഇതിൻ്റെ ഇടയിലെ കൂടെ ക്യാൻസർ വന്ന് കംപ്ലീറ്റ് എന്താ പറയുക, ജീവിതം പോയി പോകുന്ന എത്രയോ ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും വയറ്റിൽ പോകുന്ന കണ്ടു കഴിഞ്ഞാൽ പൈൽസ് ആണെന്ന് വിചാരിച്ചു എന്ന് വെക്കരുത്. തീർച്ചയായിട്ടും നമ്മളൊരു പരിശോധനയ്ക്ക് പോവുക, ക്യാൻസർ ഇല്ല എന്ന് ഉറപ്പ് വരുത്തുക, അത് വളരെ പ്രധാനപ്പെട്ട. അപ്പം മൂത്രത്തിൽ യൂറിലൊരു ബ്ലഡ് കണ്ടു, അത് സ്റ്റോണിൻ്റെ ആണെന്ന് സ്വയം തീരുമാനിച്ചു, ഒരിക്കലും ചെയ്യാൻ പാടില്ല. കിഡ്നിയുടെ ക്യാൻസർ പലപ്പോഴും ആദ്യമായിട്ട് പ്രത്യക്ഷപ്പെടുത്ത ആകെ ഒരു തവണയൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുള്ളൂ. ആ ഒറ്റ ബ്ലീഡിങ് മതി അത് ഇത് ചെയ്യാൻ വേണ്ടി. അപ്പം അങ്ങനെ ശരീരഭാഗങ്ങളിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ബ്ലീഡിങ് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ക്യാൻസറിൻ്റെ പരിശോധനയ്ക്ക് പോകണം. പിന്നെ നമ്മൾ ഈ സ്കിന്നിൽ കാണുന്ന ബ്ലാക്ക് മോൾസ്, അത് സാധാരണ മോൾസും ഉണ്ട്, പിന്നെ ഈ ക്യാൻസറിൻ്റെ മോൾസും ഉണ്ട്. ക്യാൻസറിൻ്റെ മോൾസ് എപ്പോഴും ഇങ്ങനെ വലുതായി വരും, ചിലപ്പോൾ ബ്ലീഡ് ചെയ്യാൻ തുടങ്ങും, ചിലപ്പോൾ അത് ചൊറിച്ചിലുണ്ടാവും, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. അപ്പോൾ അതിൽ അങ്ങനെയുള്ള ഇത് വരുമ്പോഴും നമ്മൾ എന്തായാലും ക്യാൻസറിൻ്റെ പരിശോധന ചെയ്യണം. ഈ മെലനോമ എന്നൊക്കെ പറയുന്ന സ്കിൻ ക്യാൻസർ, ഇത്രയൊക്കെ തന്നെയാണ് നമ്മൾ സാധാരണ പറയാറ്. ഈ മെയിൽസിലുള്ള പ്രോസ്റ്റേറ്റ് ക്യാൻസർ, അപ്പോൾ നമ്മൾ PSA ടെസ്റ്റ് ചെയ്യുക, അപ്പോൾ അത് എത്രത്തോളം നമ്മൾ എത്ര ഏജ് കഴിഞ്ഞാൽ അത് ചെയ്യണം റുട്ടീനായിട്ട്? ഇപ്പോൾ നമ്മൾ മാമോഗ്രാം 40 ഇയർ കഴിഞ്ഞ് ഇയർലി ചെയ്യണം പറഞ്ഞ പോലെ PSA ചെയ്യാൻ അങ്ങനെ ഉണ്ടോ? 50 വയസ്സിന് മേലെ, പുരുഷന്മാരിൽ ഒരു 50 വയസ്സിന് മേലെ എല്ലാ വർഷവും PSA ചെയ്യുന്നത് നല്ലതാണ്. പക്ഷേ രണ്ടഭിപ്രായമുണ്ട്. ഇപ്പം PSA കൂടി എന്നുള്ളത് കൊണ്ട് മാത്രം നമ്മൾ ക്യാൻസറിന്, അല്ലെങ്കിൽ ഈ പലപ്പോഴും നമ്മൾ ഇപ്പോൾ പ്രോസ്റ്റേറ്റ് ക്യാൻസർ വിദേശങ്ങളിലൊക്കെ ഓവർ ഡയഗ്നോസിസ് എന്ന് പറയും. ഈ PSAൻ്റെ ഒരു ചെറിയ പോയിന്റ് കൂടുമ്പോൾ തന്നെ അവർ പോയി പ്രോസ്റ്റേറ്റ് ഗ്രന്ഥി ബയോപ്സിയൊക്കെ ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ അകത്തൊരു ക്യാൻസറിൻ്റെ ഇതുമാതിരിയൊക്കെ കണ്ടു എന്ന് വരാം. ഇതിൽ നല്ലൊരു ശതമാനം ക്യാൻസറുകൾ പ്രോസ്റ്റേറ്റിൻ്റെത് പിന്നെ അങ്ങോട്ട് കൂടില്ല. അപ്പോൾ അതിന് ചികിത്സയൊന്നും ആവശ്യമില്ല, അതിൻ്റെ ഗ്രേഡൊന്നും വ്യത്യാസമില്ല. അപ്പം അങ്ങനത്തെ കാര്യങ്ങളുള്ളത് കൊണ്ട് വിദേശ രാജ്യങ്ങളിൽ അവർ അത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇപ്പോഴും ഇന്ത്യയിലത്തെ സ്ഥിതി അങ്ങനെയല്ല.
പലപ്പോഴും ഇന്ത്യയിലത്തെ പ്രോസ്റ്റേറ്റ് ക്യാൻസറുകളെല്ലാം തന്നെ അപകടകാരികളും നമ്മൾ കണ്ടു കഴിഞ്ഞാൽ അപ്പം തന്നെ അത് ഒരു ചുരുങ്ങിയ പീരീഡ് കൊണ്ട് അത് അതിൻ്റെ ഗ്രേഡ് മാറുകയും അത് ഹൈ റിസ്കിലേക്ക് പോവുകയും സ്പ്രെഡിങ് ഉള്ള ടൈപ്പായിട്ടാണ് കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് PSA ഇന്ത്യയിൽ എൻ്റെ അഭിപ്രായത്തിൽ PSA കൂടുന്നത് കണ്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രോസ്റ്റേറ്റ് ക്യാൻസറിൻ്റെ പരിശോധന ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് തന്നെ 50 വയസ്സിന് മേലെയുള്ള എല്ലാ പുരുഷന്മാരും PSA വർഷത്തിലൊരിക്കലെങ്കിലും നോക്കുന്നതാണ്. പിന്നെ ജനിതകമായിട്ട് വരാൻ പ്രത്യേകിച്ച് സ്ഥാനാർബുദം കാരണമുണ്ടല്ലോ, അപ്പം വളരെ വിവാദമായൊരു വിഷയമാണ്. അതിന് വരാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രൊഫൈലാക്റ്റിക് ആയിട്ട് മാസ്റ്റെക്ടമി ചെയ്യുക, ബ്രസ്റ്റ് റിമൂവ് ചെയ്യുക, റീഇംപ്ലാന്റ് ചെയ്ത് ആ രീതിയിൽ അതിനെ പറ്റിയ ഏത് ജീൻ വരുമ്പോഴാണ് എപ്പോഴാണ് നമ്മൾ അങ്ങനെ ഒരു അഡ്വൈസ് നമ്മൾ കൊടുക്കാറുണ്ടോ? അങ്ങനെ കൊടുക്കുകയാണെങ്കിൽ ഏത് സമയത്താണ് സർ അഡ്വൈസ് ചെയ്യുക? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഒരു 5% പാരമ്പര്യമായിട്ട് വരാം ക്യാൻസർ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്ഥാനാർബുദം തന്നെയാണ്. അപ്പോൾ ഈ 5% കുടുംബാംഗങ്ങളിൽ ഈ ഹെറിഡിറ്ററി ക്യാൻസേഴ്സ് വരാം. അപ്പോൾ അതിൽ ഇപ്പോൾ ഒരു ജീൻ ഉണ്ടെങ്കിൽ ഈ ക്യാൻസർ ഉണ്ടാക്കുന്ന ജീൻ, സ്ഥാനാർബുദം ഉണ്ടാക്കുന്ന ജീനുകളുണ്ട്. അപ്പോൾ അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു പക്ഷേ BRCA1 and 2 എന്നൊക്കെ പറയുന്ന ടൈപ്പ് ചെയ്തുകൊണ്ട്, പിന്നെ അതല്ലാണ്ട് ഈ ഹെറിഡിറ്ററി ബ്രസ്റ്റ് ആൻഡ് ഒവേറിയൻ ക്യാൻസർ ജീൻസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കുറച്ച് പാനൽ ഓഫ് ജീൻസ് ഉണ്ട്. അപ്പോൾ ഈ ജീൻസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ നമുക്കത് ചിലപ്പം അച്ഛനമ്മമാരിൽ നിന്ന് ഇൻഹെറിറ്റഡായിട്ട് കിട്ടാം. അപ്പം അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ അടുത്ത തലമുറയ്ക്കും കൈമാറാൻ സാധ്യത, ഞങ്ങളുടെ മക്കൾക്കും അത് കൈമാറാൻ സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ജീൻ കിട്ടിയിട്ടുള്ളവർ അല്ലെങ്കിൽ ഇങ്ങനെ ജീൻ ശരീരത്തിലുള്ളവർ അവരുടെ ഫാമിലിയിൽ ഒന്നിലധികം ആളുകൾക്ക്, വളരെ അടുത്ത ബന്ധുക്കൾക്ക് ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ, നേരത്തെ ക്യാൻസർ വന്നിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ചെക്കപ്പുകളൊക്കെ നേരത്തെ ആക്കുകയും അവർക്കുള്ള റിസ്ക് കൂടുതലുണ്ട് ക്യാൻസർ വരാൻ. അപ്പം ചില ടൈപ്പ് ജീൻസിന് 80% സാധ്യതയുണ്ടെന്ന് പറയും. അപ്പം അങ്ങനെ വളരെ ഹൈ ചാൻസ് വരുമ്പോഴും അത് നമ്മൾ പൊതുവേ നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട് പ്രൊഫൈലൈറ്റിക് ആയിട്ട് നമ്മൾ സ്ഥലങ്ങൾ നീക്കം ചെയ്യുന്നതും ഓവറീസ് നീക്കം ചെയ്യുന്നതൊക്കെ. പക്ഷെ അത് രണ്ടഭിപ്രായം എപ്പോഴും ഏത് കാര്യത്തിനുണ്ടാകുന്ന മാതിരി ഈ കാര്യത്തിലുമുണ്ട്. അപ്പോൾ ഈ 80% സാധ്യത എന്ന് പറയുമ്പോഴും ചിലവർ വാദിക്കും 20% വരാൻ സാധ്യതയില്ലല്ലോ, അപ്പോൾ നമ്മൾ അത് നേരത്തെ കണ്ടുപിടിച്ചാൽ പോരെ, അത് നിങ്ങൾക്ക് തീരുമാനിക്കാം. അപ്പം നമ്മൾ നിർബന്ധമായിട്ടും അത് ചെയ്തിരിക്കണം എന്ന് നമ്മൾ പറയാറില്ല. പക്ഷേ ഒരു സ്ഥലത്തിന് അസുഖം വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 സ്ഥലവും ചിലപ്പോൾ നമുക്ക് നമ്മൾ നീക്കുന്നത് നമ്മൾ അഡ്വൈസ് ചെയ്യാറുണ്ട്. ഇതുപോലെ ജീൻ, അതെ, ഈ ജീൻ ഉള്ളവർ വളരെ അപൂർവമായിട്ട് ചിലവർ ഇങ്ങോട്ട് പറയാറുണ്ട്, ഞങ്ങൾക്ക് ഫാമിലിയൊക്കെ കംപ്ലീറ്റ് ചെയ്തു, അതുകൊണ്ട് സ്ഥലം നീക്കണം, അതേമാതിരി ഓവറീസും നീക്കണം. കാര്യം വെച്ചാൽ അവരുടെ ഫാമിലിയിൽ 3-4 പേർക്കൊക്കെ ക്യാൻസർ ഉണ്ടാവും, അവർക്കറിയാം ഇത് നമുക്കും വരാൻ സാധ്യതയുണ്ടെന്നൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളുള്ളത് കൊണ്ട് അവർ ഇതിനെ പറ്റിയിട്ട് വളരെ ബോധവാന്മാരായിട്ട് അവരിങ്ങോട്ട് പറയാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അല്ലാതെ നമ്മൾ പറയാറില്ല, അങ്ങനെ ചെയ്യാറില്ല. പിന്നെ നമുക്ക് ഇങ്ങനെ ഒരു ഇൻഹെറിറ്റഡായിട്ടൊരു ജീൻ ശരീരത്തിലുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതിന് വ്യക്തമായിട്ടുള്ള നമുക്കൊരു കൗൺസിലിംഗ് എടുക്കാവുന്നതാണ്. അപ്പോൾ അതിനൊരു മാർഗനിർദ്ദേശവും നമുക്ക് കിട്ടും. അപ്പോൾ ഇപ്പോഴത്തെ ഇതിനകത്ത് നമുക്ക് ജനറ്റിക് കൗൺസിലിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ജനറ്റിക് കൗൺസിലിംഗ് എന്ന് പറയുന്നത് ചെയ്യാൻ അതിനകത്ത് എക്സ്പെർട്ടീസ് ഉള്ള ആളുകളെ നമ്മൾ പ്രത്യേകം ആൾക്കാരുണ്ട്, അതൊരു പ്രൊഫഷനാണ്. അപ്പം കൃത്യമായിട്ട് ഒരാളുടെ ജീൻ നോക്കിയിട്ട് അവർക്ക് ഇന്ന ക്യാൻസറുകളൊക്കെ വരാൻ സാധ്യതയുണ്ടെന്നും അവർക്ക് എന്തൊക്കെ പരിശോധനകൾ അവർ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതിനെ പറ്റിയിട്ടും ഞങ്ങൾ ഓങ്കോളജിസ്റ്റും ഈ ജനറ്റിക് കൗൺസിലേഴ്സും കൂടിയിട്ട് ചേർന്നിട്ട് നമ്മളൊരു അഡ്വൈസ് കൊടുക്കും. അപ്പോൾ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് വെച്ചിട്ട് സ്ക്രീൻ ചെയ്ത് മുന്നോട്ട് പോകാം. അത് ഹൈ റിസ്ക് സ്ക്രീനിങ് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഒക്കെ പോസിബിളാണ്. അത് പിന്നെ ഇത് ചെയ്യാണ്ടും സർജറി ചെയ്യാണ്ടും ഒക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ചിലവർ ഈ റിസ്ക് എടുക്കാൻ തയ്യാറാവില്ല, അവർ പറയും നമുക്ക് ചെയ്യണമെന്ന് പറയും. സാർ, ഒരുപാട് നൂതന ചികിത്സാ രീതികൾ വന്നല്ലോ, അപ്പോൾ അതിനെ പറ്റിയിട്ടും കൂടെ സാർ ഇപ്പോൾ ഇമ്മ്യൂണോതെറാപ്പി അങ്ങനെയൊക്കെ ടാർഗറ്റഡ് തെറാപ്പികളാണ്, അതുകൊണ്ട് സൈഡ് എഫക്ട്സ് കുറവാണ്. പണ്ടുള്ള ആളുകൾ മുടി കൊഴിയുക അങ്ങനത്തെ കുറേ, ഇപ്പം അങ്ങനത്തെ ഒന്നും വളരെ ചില മരുന്നുകൾക്ക് മാത്രമേ ഉള്ളൂ. അതിനെപ്പറ്റിയും കൂടെ സാർ ഒന്ന് പറയാം. അത് ക്യാൻസറിന് ഇപ്പം ഒരുപാട് ചികിത്സ വന്നു. പണ്ട് നമ്മളെപ്പോഴും കേട്ടിരുന്നത് പറഞ്ഞാൽ ഓപ്പറേഷൻ, റേഡിയേഷൻ, കീമോതെറാപ്പി, ഈ 3 സ്റ്റാൻഡേർഡായിട്ട് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് മാറിയിട്ട് ഒത്തിരി മാറ്റങ്ങൾ ക്യാൻസർ ചികിത്സയിൽ വന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്നിപ്പം ഒരു 60% മേലെ ക്യാൻസറുകളും ചികിത്സിച്ച് പൂർണ്ണമായിട്ടും ഭേദപ്പെടുത്താം. നമ്മളിപ്പോൾ നേരത്തെ കണ്ടുപിടിക്കുകയാണെങ്കിൽ പറയേ വേണ്ട,
കുറച്ചൊരു അഡ്വാൻസ്ഡ് പോലും നമുക്ക് ധാരാളം ചികിത്സകൾ ഇന്നും നിലവിൽ ലഭ്യമാണ്. അപ്പോൾ ഈ ചികിത്സകൾ പലതും ഇപ്പം പല രീതിയിൽ പ്രവർത്തിക്കുന്നത്. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു ഈ ശരീരത്തിൻ്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിച്ചിട്ട് ചെയ്യാവുന്നത്. അപ്പോൾ അങ്ങനെയുള്ളൊരു ഗ്രൂപ്പാണ് ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. പലപ്പോഴും ഈ ക്യാൻസർ കോശങ്ങൾ മനുഷ്യ ശരീരത്തിൽ ക്യാൻസർ ഉണ്ടായ ഉടനെ അത് നശിപ്പിച്ചു പോകുമെന്ന് പറയില്ലേ. പക്ഷേ ഈ ക്യാൻസർ സെല്ലുകൾ ഭയങ്കര സ്മാർട്ടാണ്. അപ്പോൾ അവർ ചിലപ്പം നമ്മുടെ ഈ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് ഇതിനെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാനുള്ള മെക്കാനിസം ഡെവലപ്പ് ചെയ്തിട്ട് ഇത് ക്യാൻസർ ആണെന്ന് നമ്മുടെ ശരീരം തിരിച്ചറിയാത്ത വിധത്തിലേക്ക് പോകും. അപ്പം അങ്ങനെയുള്ള ഇതിനെ നമ്മളത് അൺകവർ ചെയ്യാന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഇതിനെ മാസ്ക് ചെയ്തിട്ട് അത് രക്ഷപ്പെട്ടിരുന്നതിനെ അതിനെ തുറന്ന് കാണിച്ച് ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റീനെ കൊണ്ട് തന്നെ ഇതിനെ നശിപ്പിക്കുന്ന ഒരു രീതിയാണ് ഈ പറയുന്ന ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത്. അത് വളരെയധികം മുന്നേറി കഴിഞ്ഞു. ചിലതിനൊക്കെ നമ്മൾ കീമോതെറാപ്പി ഇല്ലാണ്ട് തന്നെ നമുക്ക് ക്യാൻസർ സുഖപ്പെടുത്താം. ചിലത് സർജറിയും റേഡിയേഷനും ഒന്നും വേണ്ട, ഈ ഇമ്മ്യൂണോതെറാപ്പി കൊടുത്തിട്ട് സുഖപ്പെടുത്താം. ഇങ്ങനെയുള്ള ധാരാളം ക്യാൻസറുകൾ ഐഡൻറ്റിഫൈ ചെയ്ത് വരുന്നുണ്ട്. അതനുസരിച്ചിട്ട് പലതരത്തിലുള്ള ഇമ്മ്യൂണോതെറാപ്പികൾ വന്നുകൊണ്ടേയിരിക്കുകയാണ്. ഇമ്മ്യൂണോതെറാപ്പി എന്ന് പറയുന്നത് ഇത് തന്നെയാണ്. ഓറൽ മെഡിക്കേഷൻസ് കുറേ അഡ്വാൻസ്. അപ്പോൾ ഈ ഇമ്മ്യൂണോതെറാപ്പി തന്നെ നമുക്ക് ഇതാണ് സാധാരണ മരുന്നുകളെ പോലെ തന്നെ നമ്മുടെ ഞരമ്പുകളിലേക്ക് കുത്തിവെക്കുന്ന ചികിത്സ തന്നെയാണ്. അതൊരു പ്രത്യേക ഓപ്പറേഷനോ റേഡിയേഷനോ അങ്ങനത്തെ ഒന്നുമല്ല. ഇത് മരുന്നുകൾ തന്നെയാണ്. അതേപോലെ നമുക്ക് മിക്കപ്പോഴും നമ്മൾ പണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സ്കെഡ്യൂൾസും മറ്റേതൊക്കെ ആയിട്ടാണ് നമ്മൾ കീമോതെറാപ്പിയൊക്കെ കൊടുക്കുന്നത്. പക്ഷെ അതൊക്കെ പലപ്പോഴും ഇപ്പം എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്ക് വായിൽ കൂടെ കഴിക്കും. ഇപ്പോൾ ഒരു പ്രമേഹമുള്ള ആൾ കഴിക്കുന്ന മാതിരിയോ അല്ലെങ്കിൽ ഒരു അപസ്മാരമുള്ള രോഗി എപ്പോഴും ഗുളിക കഴിക്കുന്ന മാതിരി ചെറിയ ഗുളികകൾ നമുക്ക് കഴിച്ചിട്ട് ക്യാൻസറിനെ ലൈഫ് ലോങ് ആയിട്ട് കഴിക്കണം. ലൈഫ് ലോങ് ആയിട്ട് കഴിക്കുക. ക്വാളിറ്റി ഓഫ് ലൈഫ് എഫക്റ്റ് ഇല്ലാതെ അവരുടെ റുട്ടീൻ കാര്യങ്ങൾ, അവർ ജോലിക്ക് പോകാനോ അവരുടെ കാര്യങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ അങ്ങനെ പറ്റും. അപ്പോൾ അത് ഈ ചില TKI എന്ന് പറയുന്നത് ടൈറോസിൻ കൈനേസ് ഇൻഹിബിറ്റേഴ്സ് എന്ന് പറയും. ഈ TKIകൾ എല്ലാം അധികം ഗുളിക രൂപത്തിലാണ്. അപ്പോൾ അത് വളരെ കൺവീനിയൻ്റ് ആണ്. നമ്മൾ ദിവസവും കഴിക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ബ്ലഡ് ക്യാൻസർ, ബോൺ മാരോനെ എഫക്റ്റ് ചെയ്യുന്ന നമ്മളെ രക്തത്തിലെ ക്യാൻസറുകളെ പറ്റി, അതിനെപ്പറ്റിയും കൂടി ഒന്ന് സാർ. അത് കൂടുതൽ കുട്ടികളിൽ നമ്മൾ കാണാറുണ്ട്. അത് ഒരുവിധമൊക്കെ ചികിത്സിച്ച് മാറ്റാം എന്നാണ് പറയാറ്. അപ്പോൾ അതിനെപ്പറ്റിയും കൂടി നമ്മൾ എല്ലാ ക്യാൻസറും എടുത്തു കഴിഞ്ഞാലും അതിൻ്റെ അകത്തൊരു 10% ചുടയെ നമുക്ക് പിന്നെ ഇതുള്ളൂ. ഈ രക്താർബുദം അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത് അതിൽ നമുക്ക് നേരത്തെ കണ്ടുപിടിക്കാൻ അങ്ങനെ സാധിക്കുന്നതല്ല പലപ്പോഴും. പിന്നെ പലപ്പോഴും മുൻകാലങ്ങളിലൊന്നും ചികിത്സ അധികം ഇല്ലാത്തതായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മൾ സിനിമയിലെല്ലാം കാണാറില്ല, മറ്റേ നായകനോ നായികയൊക്കെ മറ്റേ ബ്ലഡ് ക്യാൻസർ വന്നിട്ടാണ് മരണപ്പെടുന്നത്. ഓടിക്കൊണ്ടിരിക്കുന്ന കുട്ടി പെട്ടെന്ന് അപ്പം അതൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഈ ബ്ലഡ് ക്യാൻസറുകളും സാധാരണ രോഗന്മാർ ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതിലേക്ക് വന്നു. അപ്പോൾ അതിൽ തന്നെയും പിന്നെ നമുക്ക് നല്ല മാർഗങ്ങളുണ്ട്. ഇപ്പോൾ ഈ ബ്ലഡ് ക്യാൻസറിൻ്റെ ഒരു പ്രധാന പ്രശ്നം എന്തായിരുന്നു വെച്ചാൽ ഇത് മജ്ജയിലാണ് ഇത് അസുഖം ഉത്ഭവിക്കുന്നത്. അപ്പം മജ്ജ ഇടയ്ക്കിടയ്ക്ക് പരിശോധിക്കുക എന്നുള്ളത് ഇപ്പോൾ ഒരു കാർഡിയോളജിസ്റ്റ് ഇടയ്ക്കിടെ ECG എടുത്ത് നോക്കുന്ന മാതിരി നമുക്ക് മജ്ജ പരിശോധിക്കാൻ പറ്റില്ല, ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം അത് മറികടക്കാനുള്ള ഒരുപാട് പരിശോധനകൾ നമുക്ക് ഇന്നിപ്പം ലഭ്യമാണ്. മജ്ജ പരിശോധിക്കാതെ തന്നെ ശരീരത്തിൽ ഈ മജ്ജയുടെ പ്രവർത്തനം നിരീക്ഷിക്കാനും അല്ലെങ്കിൽ മജ്ജയുടെ എല്ലാ ക്യാൻസറിൻ്റെ തോത് അറിയാനും ഒക്കെ നമുക്ക് മാർഗങ്ങളുണ്ട്. അതാണ് ഒരു പ്രധാന മാറ്റമുള്ളത്. പിന്നെ രണ്ടാമത്തെ മാറ്റം എന്ന് പറയുന്നത് ഇതിനൊക്കെ തന്നെ മരുന്നുകൾ വന്നു, ധാരാളം മരുന്നുകൾ വന്നു. ചിലതൊക്കെ കീമോതെറാപ്പി അല്ലാതെ ഈ ഗുളിക രൂപത്തിൽ നമുക്ക് കൊടുക്കാൻ പറ്റുന്നതായതുകൊണ്ട് അത് ഇപ്പോൾ വാട്സപ്പിലായാലും രക്താർബുദം പൂർണ്ണമായി ഇമാറ്റിനിബ് പോലെയുള്ള പരസ്യങ്ങളൊക്കെ എപ്പോഴും വരാറുണ്ട്. അന്ന് കോസ്റ്റ്ലി ആണെങ്കിൽ ഇന്ന് വളരെയധികം വളരെ നിസ്സാര വിലക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ വളരെ കാര്യം തന്നെയാണ്. അപ്പം അങ്ങനത്തെ മാറ്റങ്ങൾ ധാരാളം വന്നുകൊണ്ട് ബ്ലഡ് ക്യാൻസറിന് പഴയ ഒരു പേടിയില്ല. പലതും നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാം, അല്ലെങ്കിൽ നമുക്ക് മരുന്നുകൾ കഴിച്ചിട്ട് സാധാരണമായിട്ട് ഒരു ജീവിതം നയിക്കാം. ഇതൊക്കെ വളരെ ഗുണം. ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ ഇപ്പോൾ എപ്പോഴും കാണും അല്ലേ, മജ്ജ മാറ്റിവെക്കൽ, അത് എത്രത്തോളം കേരളത്തിൽ MVRലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതെങ്ങനെ, എത്രയാണ് അതിൻ്റെ ഒരു റിസൾട്ട്, എങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊസീജിയർ, എത്രത്തോളം കോംപ്ലിക്കേറ്റഡ് ആണോ, എന്താണ് ആ സമയത്ത് ഇൻഫെക്ഷൻസ് വരാൻ സാധ്യതയുണ്ടല്ലോ. അപ്പോൾ അതിനെപ്പറ്റിയും കൂടെ സാർ ഒന്ന്. മജ്ജ മാറ്റിവെക്കൽ എന്ന് പറഞ്ഞാൽ പലതരത്തിൽ നമുക്ക് ഉള്ള ഇതുണ്ട്. ഇപ്പോൾ
ഒരു ക്യാൻസർ ഉദ്ദേശിച്ച രീതിയിൽ പിന്നെ ഫലം ഉണ്ടാക്കില്ല എന്നറിയുമ്പം നമ്മൾ പ്ലാൻ ചെയ്യുന്നതാണ് മജ്ജ മാറ്റി വെക്കുക എന്നുള്ളത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ലിംഫോമകൾ അല്ലെങ്കിൽ ബ്ലഡ് ക്യാൻസറുകൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്ലഡ് ക്യാൻസറിനെ പറ്റിയാണ്. അപ്പം ബ്ലഡ് ക്യാൻസർ അതിൻ്റെ മുൻകാല ചരിത്രങ്ങൾ നമുക്കറിയാവുന്നതുകൊണ്ട് ഈ ടൈപ്പ് ബ്ലഡ് ക്യാൻസർ നമ്മളെ അസുഖം പൂർണ്ണമായിട്ട് മാറിയാലും വീണ്ടും തിരിച്ചു വരാൻ സാധ്യതയുണ്ടെന്നും അപ്പോൾ അത് ആ മജ്ജ മാറ്റി വെച്ചുകൊണ്ട് നമ്മളതിനെ പ്രതിരോധിക്കണമെന്നും നമുക്ക് പലപ്പോഴും അറിയാം. അപ്പം അങ്ങനെയുള്ള രോഗികൾക്കാണ് നമ്മളത് ഓഫർ ചെയ്യുക. പിന്നെ രണ്ടാമത് ചിലപ്പം നമ്മൾ പ്രതീക്ഷിക്കാതെ മാറിയ അസുഖം തിരിച്ചു വന്നു വരാം. അപ്പോൾ അങ്ങനെ വന്നാലും നമ്മൾ ഈ ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ് സജസ്റ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ പലതരത്തിലുള്ള ബോൺ മാരോ ട്രാൻസ്പ്ലാന്റ്. ഒന്ന് നമ്മുടെ രോഗിയുടെ തന്നെ മജ്ജയെടുത്ത് ശുദ്ധീകരിച്ച് തിരിച്ചും രോഗിക്ക് തന്നെ കൊടുക്കുക. അതിൻ്റെ ഇടയിൽ രോഗിയിൽ നിന്ന് മജ്ജ എടുത്ത് രോഗിയുടെ ക്യാൻസർ വളരെ ശക്തിയായിട്ട് നമ്മൾ ട്രീറ്റ് ചെയ്ത് തിരിച്ച് മജ്ജ പിടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അതിന് ഓട്ടോ ട്രാൻസ്പ്ലാന്റ് പറയും, ഓട്ടോലോഗസ് ട്രാൻസ്പ്ലാന്റ് പറയും. രണ്ടാമത്തേത് എന്ന് പറയുന്നത് ശരിയായ മജ്ജ മാറ്റി വെക്കൽ. അതായത് ഒരു രോഗിയുടെ മജ്ജ മാറ്റിയിട്ട് രോഗിക്ക് ചേരുന്ന, നമ്മളത് നേരത്തെ കണ്ടുപിടിക്കും, ആ ചേരുന്ന മജ്ജ വേറൊരാളിൽ നിന്ന് സ്വീകരിച്ച് അത് ഈ രോഗിയിൽ വെച്ച് പിടിപ്പിക്കുകയും അത് വെച്ച് പിടിപ്പിക്കുന്നതിന് മുമ്പായിട്ട് ക്യാൻസറിനെ ശക്തിയായിട്ട് ട്രീറ്റ് ചെയ്യും. ആ പ്രോസസ്സിൽ രോഗിയുടെ മജ്ജ നശിച്ചു പോയിട്ടുണ്ടാകും. അപ്പോൾ ആ നശിച്ചു പോയ ഭാഗത്തേക്കാണ് നമ്മൾ ഈ സ്വീകരിക്കുന്ന മജ്ജ നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നത്. അപ്പോൾ അതിന് അലോജനിക് ട്രാൻസ്പ്ലാന്റ് എന്ന് പറയും. അപ്പോൾ അതിൽ പലപ്പോഴും എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ മാച്ച് ചെയ്യുന്ന മജ്ജ വേണം. രോഗിയുടെ നമ്മുടെ ശരീരത്തിലെ എല്ലാ കോശങ്ങളിലെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു സാധനം എന്ന് പറയുന്നത് മജ്ജയാണ്. അപ്പം നമ്മളിപ്പോൾ കിഡ്നി ട്രാൻസ്പ്ലാന്റ് ഉണ്ട്, ലിവർ ട്രാൻസ്പ്ലാന്റ് ഒക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷേ അതിനെക്കാട്ടിയൊക്കെ കോംപ്ലിക്കേറ്റഡ് ആണ് ഈ മജ്ജയുടെ കാര്യം. അപ്പോൾ അതിൽ സ്വീകരിക്കുന്ന മജ്ജ എന്തെങ്കിലും തരത്തിലുള്ള ചെറിയ ഒരു മിസ്മാച്ച് ഉണ്ടായാൽ പോലും നമ്മുടെ ഏതെങ്കിലും അവയവങ്ങൾ കേടുവരികയോ അല്ലെങ്കിൽ നമുക്കത് ശരീരം ഉൾക്കൊള്ളാതെ വരികയോ ഒക്കെ ചെയ്യാം. അപ്പം ഈ ചേരുന്ന മജ്ജ ആരുടെ ആയിരിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സഹോദരങ്ങളെയോ സഹോദരിമാരുടെ ആയിരിക്കും. നമുക്ക് 4-5 സഹോദരന്മാരുണ്ടെങ്കിൽ അതിലൊരാളുടെ എന്തായാലും നമുക്ക് ചേർത്തിരിക്കും. പക്ഷേ ഇന്ന് അങ്ങനത്തെ ഒരു അവസ്ഥയില്ല. അപ്പോൾ പലപ്പോഴും എന്താ വെച്ചാൽ നമുക്ക് ഈ ചേരുന്ന മജ്ജ കിട്ടാൻ പ്രയാസമാണ്. അപ്പോൾ അങ്ങനെ ആ മജ്ജ അങ്ങനെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു വലിയ തോതിൽ മറ്റേ ബ്ലഡ് ഗ്രൂപ്പൊക്കെ നോക്കി നേരത്തെ ഒരു ഡയറക്ടറി ഉണ്ടാക്കി വെക്കുന്ന മാതിരി ഈ മജ്ജയുടെ ഒരു രജിസ്ട്രി ഉണ്ടാക്കി വെക്കണം. അപ്പോൾ അങ്ങനത്തെ ധാരാളം രജിസ്ട്രികൾ തയ്യാറായ ആളുകൾക്ക് അങ്ങനെ നമുക്ക് ഡൊണേറ്റ് ചെയ്യാം. നമുക്ക് പിന്നെ അറിയാൻ പറ്റി ഇന്ന രാജ്യത്ത് ഇന്ന ആളുടെ മജ്ജ നമുക്ക് ചേരുന്നതാണെന്ന് നമുക്കറിയാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് അവരെ കോൺടാക്ട് ചെയ്ത് നമുക്ക് മജ്ജ സ്വീകരിക്കാവുന്നതാണ്. അതാണ് രണ്ടാമത്തെ മാർഗം. പിന്നെ അതല്ലെങ്കിൽ പകുതി ചേരുന്ന മജ്ജ എടുക്കും. പകുതി ചേരുന്ന മജ്ജ എടുത്തിട്ട് നമ്മുടെ ഈ സ്വീകരിക്കുന്ന ആളുടെ ഇമ്മ്യൂണിറ്റി കൺട്രോൾ ചെയ്തുകൊണ്ട് അതിന് ഹാപ്ലോയിഡ് എന്ന് പറയും. അതായത് നമ്മളങ്ങനെ ഈ അച്ഛൻ്റെയോ അമ്മയുടെ ഇതിനകത്ത് എന്തായാലും പകുതി അപ്പോൾ ആ ബാക്കി ഭാഗത്തിനെ നമ്മൾ കൺട്രോൾ ചെയ്ത് മിക്കപ്പോഴും കുട്ടികൾക്കാണത് കൂടുതലായിട്ട് ഗുണം ചെയ്യുക. അപ്പോൾ അങ്ങനെ നമ്മളത് ചെയ്യാറുണ്ട്. ഇതെല്ലാം വിവിധ തരത്തിലുള്ളത്. സാധാരണഗതിയിൽ ഒരിക്കൽ നമ്മളത് ആ പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞ് മജ്ജ പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വലിയ കുഴപ്പമില്ലാതെ പോകാറുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഇതൊരു 100% പിന്നെ ക്യാൻസറിനെ പ്രതിരോധിക്കുന്ന ചികിത്സയല്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലൊരു തന്നെ ഒരു 50% ഇത് കൊണ്ട് നേട്ടം ഉണ്ടാവുള്ളൂ ലോങ് ടേമിലേക്ക്. ബാക്കി 50% ഇതൊക്കെ ആണെങ്കിലും അതിൻ്റെ ഇടയിലെ കൂടെ വീണ്ടും ക്യാൻസർ വരാൻ സാധ്യതയുണ്ട്. അപ്പം അങ്ങനെ മജ്ജ മാറ്റിവെച്ചു എന്ന് ഉള്ളത് കൊണ്ട് പൂർണ്ണമായി വിജയിച്ചു നമുക്ക് പലപ്പോഴും പറയാൻ പറ്റാറില്ല. പക്ഷേ ധാരാളം പേര് ഒരു 4-5 കൊല്ലത്തിനിടയിൽ ഈ വീണ്ടും അസുഖം വന്നില്ലെങ്കിൽ സാധ്യത കുറവാണ്. അപ്പോൾ അങ്ങനെ ധാരാളം പേരുണ്ട്. സാർ, ജനിക്കുമ്പോൾ തന്നെ നമ്മുടെ മജ്ജ സൂക്ഷിച്ച് വെക്കാൻ, പിന്നീട് നമുക്ക് ക്യാൻസർ വരികയാണെങ്കിൽ അത് മാറ്റി വെക്കാനൊക്കെ അങ്ങനെ എന്തെങ്കിലും സംവിധാനങ്ങൾ ഇന്ത്യയിലുണ്ടോ? സ്റ്റെം സെൽ അത് നമ്മൾ കളക്ട് ചെയ്തിട്ട് അങ്ങനെ വെച്ചിരുന്നു. ഇപ്പോഴത്തെ ഇതിൻ്റെ അകത്ത് എന്ത് പറ്റിയെന്ന് വെച്ചാൽ നമുക്കിപ്പം ഈ കാർട്ടി സെൽ എന്ന് പറഞ്ഞിട്ടൊരു പുതിയ ചികിത്സ വന്നതാണ്. അപ്പം കാർട്ടി സെല്ലിലേക്ക് കൂടുതൽ ശ്രദ്ധ തിരിഞ്ഞതോടുകൂടി ഈ സ്റ്റെം സെൽ കളക്ഷനോ അല്ലെങ്കിൽ അംബലിക്കൽ കോഡ് സ്റ്റെം സെൽ കളക്ഷനോ മറ്റേതൊക്കെ ഒരു അധികം ഉപയോഗം ഇല്ലാത്തൊരു ഭാഗത്തേക്ക് പോയി. അതുകൊണ്ട് ഇപ്പം ആരും അത് അങ്ങനെ ചെയ്യുന്നില്ല. ഈ കാർട്ടി സെൽ എന്ന് പറയുന്നത് ഏറ്റവും നൂതനമായ വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ചികിത്സാ രീതിയാണ്.
അതിൽ ഈ മജ്ജ മാറ്റിവെച്ചവരിൽ വീണ്ടും ക്യാൻസർ വന്നാൽ പോലും നമുക്ക് ഈ കാർട്ടി സെല്ല് വഴി നമുക്ക് ഇതിനെ പിന്നെ വീണ്ടും ക്യാൻസറിനെ ചികിത്സിക്കാം. അത് നേരത്തെ സൂചിപ്പിച്ച ഇമ്മ്യൂണോതെറാപ്പിയുടെ അല്ലെങ്കിൽ വാക്സിൻ്റെയൊക്കെ ഒരു വകഭേദമാണ്. അതിലെന്താ ചെയ്യുന്നത് വെച്ചാൽ കാർട്ടി സെല്ലിൽ നമ്മൾ ഈ രോഗിയുടെ ഇമ്മ്യൂൺ കോശങ്ങൾ, നമ്മുടെ പ്രതിരോധശേഷി ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പ്രതിരോധശേഷി നിലനിർത്തുന്ന കോശങ്ങൾ നമ്മുടെ രോഗിയുടെ ശരീരത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്നു. ആ കോശങ്ങളെ നമ്മളൊരു പുറത്തൊരു ലാബിൽ അത് കൾച്ചർ ചെയ്യുന്നു. അതിനെ കൾച്ചർ ചെയ്ത് അതിനെ ഇപ്പോൾ അതൊരു നമ്മളിപ്പോൾ എടുക്കുന്നത് ഒരു 100 കോശങ്ങളാണെങ്കിൽ അതിനെ ഒരു ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് സെല്ലുകളാക്കിയിട്ട് കൾച്ചർ ചെയ്ത് ഈ ആ സെല്ലുകളൊക്കെ എന്താ മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊക്കെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ, ഈ രോഗിയുടെ ശരീരം നടക്കുന്നതാണ്. അപ്പോൾ ആ രോഗിയുടെ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ കഴിവുള്ള ശക്തരാക്കി മാറ്റിയാണ് ഈ കോശങ്ങളെ ചെയ്യുന്നത്. അപ്പം എന്നിട്ട് തിരിച്ച് രോഗിക്ക് ഈ കോശങ്ങൾ കൊടുക്കും, ഈ ഇമ്മ്യൂൺ കോശങ്ങളെ കൊടുക്കുന്നു. അതുവഴി ശരീരത്തിലെ ക്യാൻസറിനെ തുരത്തുന്നു. വളരെ വളരെ ഇഫക്റ്റീവായിട്ടുള്ളൊരു ഇതാണ്, വളരെ വളരെ കോസ്റ്റ്ലിയാണ്. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ന്യൂനത. പക്ഷേ ഒരുപാട് പൈസ കുറഞ്ഞു വന്നിട്ടുണ്ട്. എന്നാലും വളരെയധികം കോസ്റ്റ് വരുന്ന ഒരു കാര്യമാണ്. അപ്പം സാറ് പറഞ്ഞ പോലെ ഏർലി ഡിറ്റക്ഷൻ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സാധാരണ ജനങ്ങൾ എപ്പോഴും പറയും ഞാൻ നോക്കില്ല, ടെസ്റ്റുകളൊന്നും ചെയ്യില്ല. കാരണം എന്താ വെച്ചാൽ നമുക്കത് കണ്ടെത്തിയാൽ പ്രശ്നമാണ്, അതുകൊണ്ട് ഞാൻ ചെയ്യാറില്ല. പക്ഷെ അങ്ങനെയല്ല വേണ്ടതെന്ന് നമുക്ക് ഓരോരുത്തരിലേക്കും ആ മെസ്സേജ് എത്തിക്കാൻ ഈ ഒരു ടോക്ക് കൊണ്ട് പറ്റിയിട്ടുണ്ട്. അപ്പം ഏറ്റവും പെട്ടെന്ന് തന്നെ നമുക്ക് അസുഖമില്ലെങ്കിൽ പോലും നിങ്ങൾ സ്ക്രീൻ ചെയ്യുക. ഇനി എന്തെങ്കിലും ലക്ഷണങ്ങൾ തോന്നിയാൽ തന്നെ അടുത്തുള്ള ഒരു ഡോക്ടറെ ഏറ്റവും പെട്ടെന്ന് അടുത്തുള്ള ഒരു പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ, അതിനുശേഷം വലിയ ഒരു കേന്ദ്രത്തിലേക്ക് നിങ്ങൾ എത്തേണ്ടതാണ്. അതിനുള്ള എല്ലാ ശ്രമങ്ങളും നിങ്ങൾ ഓരോരുത്തരും ചെയ്യണം. അത് മറ്റുള്ളവരേക്ക് എത്തിക്കാനും ശ്രമിക്കണം. ഇത്രയും തിരക്കുള്ള സമയത്ത് സാറിനെ പോലെ ഇത്രയും തിരക്കുള്ള ഒരാൾ നമ്മുടെ കൂടെ ചിലവഴിച്ചതിന് ദൂരദർശൻ്റെ പേരിലും എൻ്റെ സ്വന്തം പേരിലും ഞാൻ നന്ദി അറിയിക്കുന്നു. താങ്ക് യു.